friends, welcome to Yarn Solutions. നമ്മൾ ഇതുവരെ റൂഫിലെ കുറച്ച് ടൈപ്സ് ഫ്ലാറ്റ് റൂഫ്, പിന്നെ ഷെഡ് റൂഫ്, സ്ലോപ്പ് റൂഫ്, എക്സ്റ്റൻഷൻസ് വരുന്ന കുറച്ച് കോംപ്ലക്സ് ടൈപ്പൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതെല്ലാം റൂഫായിരുന്നു, റൂഫ് ബൈ സ്കെച്ച് ആയിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് റൂഫ് ബൈ എക്സ്ട്രൂഷൻ. റൂഫ് ബൈ എക്സ്ട്രൂഷൻ ആകുമ്പോഴത്തേക്കും ആസ് യൂഷ്വൽ ഞാനൊരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു, പ്രോജക്റ്റ് ഓപ്പൺ ചെയ്തു. ഞാൻ ലെവൽ 2-ലാണ് ഇരിക്കുന്നത്. അപ്പോൾ ലെവൽ 2-ൽ ഞാനൊരു ചെറിയ കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വോൾ എടുത്തിട്ട് വരയ്ക്കാൻ പോവുക. ആർക്കിടെക്ചർ വോൾ എടുത്തു കഴിഞ്ഞു. വോളിൽ ഞാനൊരു ചെറിയ ഒരു സ്ക്വയർ ടൈപ്പിൽ ഒരു ഇത് വരച്ചു കഴിഞ്ഞു. പിന്നെ തൊട്ടടുത്ത് തന്നെ ഇപ്പുറത്തൊരു ചെറിയൊരു ഇത് വരച്ചു. ഓക്കെ, ഇപ്പം ഞാൻ നേരെ സൗത്തിൽ പോവുക. ഇപ്പം നമുക്ക് എക്സ്ട്രൂഷൻ എന്ന് പറയുമ്പോൾ, റൂഫ് ബൈ എക്സ്ട്രൂഷൻ നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് എന്തായിരിക്കും, നോർമലായിട്ട് നമ്മൾ സ്കെച്ച് വഴി ചെയ്യുന്നതെല്ലാം ചെയ്യാൻ പറ്റത്തില്ല. മീൻസ് സ്ട്രെയിറ്റ് ലൈനിലുള്ള കാര്യങ്ങളോ ചരിഞ്ഞുള്ളത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആർക്ക് ടൈപ്പിലുള്ള കർവ് ടൈപ്പിലുള്ള റൂഫുകൾക്കാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. എങ്ങനെ വേണമെങ്കിലും ആകാം, നമ്മൾ ഈ ഒരു നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച്. ഓക്കെ, ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് കണക്ടർ കൊടുക്കുന്നു. അടുത്ത ലെവൽ വരെ, ലെവൽ 3 വരെ ഞാൻ കൊടുത്തു. വാൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഞാൻ നമ്മൾ നോക്കിയിട്ടുണ്ടാവും, ഫസ്റ്റ് ഫ്ലോറിലേ ഇരിക്കുന്ന സ്റ്റെയർകേസ് മുറിക്കും, അതേപോലെ ഗ്രൗണ്ട് ഫ്ലോറിലെ സൈഡിലേ ഇരിക്കുന്ന ഷെഡിനും കൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 2 കർവുകൾ പോലെ റൂഫ് കൊടുത്തിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടൈപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിൽ എടുക്കേണ്ടതെന്ന് പറയുന്നത് റൂഫ് ബൈ ഫുട് പ്രിൻറ്റ് നമ്മൾ കണ്ടായിരുന്നു. ഇപ്പോൾ റൂഫ് ബൈ എക്സ്ട്രൂഷൻ. റൂഫ് ബൈ എക്സ്ട്രൂഷൻ ആകുമ്പോൾ പിക്ക് എ പ്ലെയിൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കെച്ചിൽ വരയ്ക്കുമ്പോൾ, മീൻസ് ഫുട് പ്രിൻറ്റിൽ വരയ്ക്കുമ്പോൾ വി ഹാവ് ടു ഗോ ആൻഡ് ആക്സസ് ദ റൂഫ് ഇൻ ലെവൽ 2. പക്ഷേ നമ്മൾ ഈ ഒരു എക്സ്ട്രൂഷനിൽ വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ എലിവേഷൻസിൽ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. എലിവേഷനിൽ വെക്കുമ്പോഴത്തേക്കും പിക്ക് എ പ്ലെയിൻ എന്ന് ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് പ്ലെയിൻ നമ്മൾ റെഫറൻസിന് വേണ്ടി പിക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം ഞാൻ ഇതിനകത്ത് ഒരു ക്ലോസ്ഡ് പ്ലെയിന് പിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ആയിട്ടുള്ളതെല്ലാം കിട്ടും. ഇപ്പോൾ കണ്ടാൽ നമുക്കൊരു ക്ലോസ്ഡ് ആയിട്ടൊരു പ്ലെയിൻ കിട്ടിക്കഴിഞ്ഞു. അതിനെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം റൂഫ് ലെവൽ, ഇതിൻ്റെ അടുത്ത ലെവലേ ഒബ്വിയസ്ലി കാണിക്കത്തുള്ളൂ, ആ ഒരു ലെവലിൽ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോവാം. ഞാൻ ഇവിടുന്ന് ആർക്കാണ് എടുക്കുന്നത്. ആർക്ക് എടുത്തിട്ട് കണ്ടോ, ഞാൻ തുടങ്ങുന്നത് മേലിൽ നിന്നാണ്. മേലിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങോട്ട് എത്തിച്ച് ഞാൻ കുറച്ച് ഇങ്ങനെ പൊക്കി വെക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഡബിൾ എസ്കേപ്പ് കൊടുത്തു. ഞാൻ ഒരേ ഒരു ലൈൻ മാത്രമേ ഇതിനകത്ത് വരച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടീസ് എഡിറ്റ് ടൈപ്പിൽ പോയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒന്നുമല്ല, നമുക്ക് തിക്നെസ് ചേഞ്ച് ചെയ്യാം. ഇതിനകത്ത് ഇപ്പോൾ 300 കിടക്കുന്നത്, 300 മില്ലിമീറ്റർ മീൻസ് 30 സെൻറ്റിമീറ്റർ. നമുക്കൊരു 10 മതിയെന്നുണ്ടെങ്കിൽ, മീൻസ് 100 മതിയെന്നുണ്ടെങ്കിൽ 10 സെൻറ്റിമീറ്ററിനുള്ള തിക്നെസ് ഞാൻ കൊടുത്തു. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയൽസ് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂഫ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ റൂഫിനെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യൂവിൽ ചെന്നിട്ട് 3D വ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ ആസ് യൂഷ്വൽ നമ്മുടെ ഷെഡ് റൂഫ് പോലെ തന്നെ ഇതിനും ഇത്രയും ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിനെ സെലക്ട് ചെയ്തിട്ട് ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലി എല്ലാം സെലക്ട് ആവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അറ്റാച്ച് ടോപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ ടോപ്പ് തന്നെയാണ് ഉള്ളതെന്നുള്ളത് നോക്കുക. എന്നിട്ട് ടോപ്പായിട്ട് നമുക്ക് വരുന്നത് ഇപ്പോൾ ഈ ഒരു റൂഫാണ്. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും വി ഗെറ്റ് ദാറ്റ് റൂഫ്. ഞാനിത് വയർ ഫ്രെയിമിലാണ് ഇരിക്കുന്നത്. സോ ഞാൻ റിയലിസ്റ്റിക്കിൽ കാണിക്കാം. അപ്പം നമുക്കിങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന സംഭവം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കുറച്ച് തള്ളിയാണ് നിന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ആ ഒരു പാർട്ടീഷൻ കണ്ടത്. നമ്മളിതിങ്ങനെ എത്ര വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് 3D ആയതുകൊണ്ട് ഈ ഒരു 2 ആരോ മാർക്ക് വെച്ചിട്ട് ആ ഡയറക്ഷനിലെ കൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ലൈക്ക് ദാറ്റ്. ഇതേപോലെ തന്നെ ഇതിനകത്ത് ചെറുതിനകത്ത് ചെയ്യാനോ അതുപോലെ തന്നെ റിപ്പീറ്റിംഗ്. ലെവൽ 2 എടുക്കുക. ലെവൽ 2-നകത്താണ് ഈ ഒരു ചെറിയ സാധനം കാണുന്നു. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ സൗത്ത് എടുക്കുക. എക്സ്ട്രൂഷൻ വഴിയാണ് ചെയ്യേണ്ടത്. സോ റൂഫിൽ പോവുക, ആർക്കിടെക്ചർ, റൂഫിൽ പോവുക, റൂഫ് ബൈ എക്സ്ട്രൂഷൻ കൊടുക്കുക. പിക്ക് എ പ്ലെയിൻ വരുമ്പോഴത്തേക്കും നമുക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ളത് വേണം. അതുകൊണ്ട് ക്ലോസ്ഡ് ആയിട്ടുള്ളത് കിട്ടുന്നവരെ ടാബ് പ്രസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ലെവൽ 4 ഓക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കൊടുക്കാൻ പോണത്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു. കുറച്ചും കൂടെ വേണമെങ്കിലും താത്തേക്കാം. ഓക്കെ കൊടുത്തു. സോറി, ഇത് ലൈനാണ് പറയുന്നത്. ഇതെടുക്കാം, ആർക്കെടുക്കാം. എന്നിട്ട് കുറച്ച് ഇങ്ങോട്ട് വേണമെങ്കിൽ നീക്കി വെക്കാം. എന്നിട്ട് രണ്ടാമത്തെ ലൈൻ ഇവിടെ വെക്കാം. എന്നിട്ട് അതിനായിട്ടൊരു
ആർക്കിന് തന്നെ ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ക്ലോസ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ വേറെ ഒന്നുമില്ല. നേരെ നമുക്ക് ടിക്ക് കൊടുക്കാം. ടിക്ക് കൊടുത്തിട്ട് 3Dയിലോട്ട് പോയി നോക്കുമ്പോഴത്തേക്ക് നമ്മൾ വൺസ് 3D ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ ഓട്ടോമാറ്റിക്കലി പ്രോജക്റ്റ് ബ്രൗസറിൽ ഡെവലപ്പ് ആവുന്നതായിരിക്കും. ഇങ്ങനെ നോക്കുക. നോക്കി കഴിയുമ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ ആ ഒരു ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇതിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ സെലക്ട് ചെയ്യുക, ടാബ് പ്രസ് ചെയ്യുക, എല്ലാം സെലക്ട് ആവും. ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമുക്ക് അറ്റാച്ച് ടോപ്പ് എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, ക്ലിയർ. ഇത് ഒരു ടൈപ്പാണ്. ഇതേപോലെ തന്നെ നമുക്ക് ലെവൽ 2 പോകുമ്പോഴത്തേക്കും ഒരു വോളും കൂടി ഞാൻ വരച്ചേക്കാം. ഇച്ചിരി നീളത്തിൽ വരയ്ക്കാം, റെക്ടാങ്കിൾ എടുത്ത് വരയ്ക്കാം. ഓക്കെ ഓക്കെ, റെക്ടാങ്കിൾ എടുത്തിട്ട് വരച്ചു. ഡബിൾ എസ്കേപ്പ് കൊടുത്ത് കുറച്ച് മൂവ് ചെയ്ത് വെച്ചേക്കാം ഞാൻ ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഇതിലോട്ടാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. സെയിം ഞാൻ സൗത്ത് എടുത്ത് കഴിഞ്ഞു. സൗത്ത് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിത് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനെ ഞാൻ സെലക്ട് ചെയ്തിട്ട് അൺകണക്റ്റഡ് കിടക്കുന്നതിൻ്റെ ഹൈറ്റ് ഞാൻ മാറ്റി. ഓക്കെ, അപ്പോൾ ഇതിനകത്താണ് നമ്മൾ അടുത്തത് വരയ്ക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ റൂഫ് ബൈ എക്സ്ട്രൂഷൻ. പിക്ക് പ്ലെയിൻ എടുക്കുക. അപ്പോൾ ഇതിനകത്ത് ടാബ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം കിട്ടും. ഇതായാലും കുഴപ്പമില്ല. ഓക്കെ, സെലക്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഞാനിപ്പോൾ വരയ്ക്കാൻ പോകുന്നതെന്ന് പറയുന്നത് സ്പ്ലൈനാണ്. സ്പ്ലൈൻ എന്ന് പറയുന്നത് നമുക്ക് സൈൻ വേവ് പോലെ ഉണ്ടാവും. ഫോറിനിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. വേവ് റൂഫ് എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മുടെ ആസ്പെറ്റാസ് ഒക്കെ പോലെ തന്നെ അവർ കോൺക്രീറ്റിൽ വലിയ ഇതിൽ ചെയ്തിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ, വലിയ ഇതായിട്ടൊന്നും ഡിഫറൻസ് ഇല്ല. എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇത് നമുക്ക് സ്പ്ലൈൻ എടുത്ത് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് തോന്നുവാണ്. ഇത് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കേർവ് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്നവർ കുറേ ആർക്കുകൾ എടുത്ത് വരച്ചിട്ട് കണക്ട് ചെയ്ത് വിടാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ സ്പ്ലൈൻ എടുത്ത് വരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിങ്ങനെ കുറച്ച് അഡ്ജസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തപ്പോഴത്തേക്കും 3D പോയി നോക്കാം. നമുക്ക് വ്യൂ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഇങ്ങനെ. ഓക്കെ, ഇതാണ് വേവ് റൂഫ് എന്ന് പറയുന്നത്. ഇതും അതുപോലെ തന്നെ നമുക്ക് ഒരു വാൾ സെലക്ട് ചെയ്ത് ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും. അറ്റാച്ച് ടോപ്പ്, ഈ റൂഫ് ആണ് ടോപ്പ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഈ ബ്ലൂ കളറിൽ സെലക്ഷൻ ആയിരിക്കുന്നതാണ് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. ആ വാൾ കണ്ടോ, ആ റൂഫിടെ അതേപോലെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നമുക്ക് അലൈനായി അറ്റാച്ച് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിലെ തന്നെ വേറൊരു മോഡൽ നമ്മൾ എക്സ്റ്റൻഷനൊക്കെ ഡിസൈനിന് വേണ്ടി വെക്കുന്ന ഒരു മോഡലാണ് കാണിച്ചു തരാൻ പോണേ. ചെറിയൊരു റെക്റ്റാങ്കിൾ ഞാൻ പിന്നെയും വോൾ എടുത്തിട്ട് വരയ്ക്കുക. ചെറിയൊരു റെക്റ്റാങ്കിളാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഈ ഒരു വോൾ നമ്മൾ സൗത്തിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് ശരിയാക്കേണ്ടതുണ്ട്. ഓക്കെ, എടുത്തു. അടുത്ത ലെവൽ കൊടുക്കുക. ലെവൽ 3 കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇതിലാണ് ഞാൻ ആ ഒരു ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വരയ്ക്കാൻ എത്രമാത്രം സൗകര്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് ഡിസൈനായിട്ട് റൂഫുകൾ ക്രിയേറ്റ് ചെയ്യാം. പിക്കപ്പ് ലൈൻ ഓക്കെ കൊടുത്തു. ഞാനിവിടെ വെച്ചു. ടാബ് കൊടുത്തു. ഓക്കെ, ക്ലിക്ക് ചെയ്തു. ഓക്കെ കൊടുത്തു. ഇപ്പം ഞാൻ വരയ്ക്കാൻ പോകുന്ന ഒരു ലൈൻ എടുത്തു. നേരെ ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുത്തു. പിന്നെ ഞാൻ ആർക്ക് എടുക്കുന്നു. ആർക്ക് എടുത്തിട്ട് ഇതാണ് അവസാനം. പിന്നെ ഇങ്ങനെ ആക്കുന്നു. എന്നിട്ട് ഞാൻ പിന്നെ ലൈൻ എടുക്കുന്നു. ഇങ്ങനെ. ഓക്കെ, ഡബിൾ എസ്കേപ്പ് ഓക്കെ കൊടുത്തു. ഇപ്പം നമുക്ക് 3D പോയി നോക്കാം. ഓക്കെ, ഞാൻ ബാക്കിയുള്ളതൊക്കെ ഹൈഡ് ചെയ്തിട്ടേക്കാം. അപ്പോഴായിരിക്കും നമുക്ക് ചിലപ്പോൾ ക്ലിയർ ആയിട്ട് ഇപ്പം നമ്മൾ വരച്ചത് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഹൈഡ് ഇൻ വ്യൂ. ഓക്കെ, ബാക്കിയുടെ വോളൊക്കെ കിടപ്പുണ്ട്. ഹൈഡ് ചെയ്തു. ഓക്കെ,
ഇപ്പം നമ്മൾ വരച്ചതിന് ഇങ്ങനത്തെ ഒരു റൂഫായിരുന്നു. അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഡിസൈൻ ബേസിസിൽ വരുമ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ നമുക്ക് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം നമ്മൾ ഇതൊന്ന് അറിയാം. എന്നിട്ട് ഞാൻ ഇതിനെ സെലക്ട് ചെയ്തു, ടാബ് കൊടുത്തു. അപ്പോൾ എല്ലാം സെലക്റ്റായി. അറ്റാച്ച് ടോപ്പ് ഇവിടെ റൂഫാണ്. റൂഫ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും സെക്കൻഡ് ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് റൂഫ് ബൈ എക്സ്ട്രൂഷൻ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത വരുന്ന സെഷൻസിൽ നമ്മൾ റൂഫിലെ കൊടുക്കുന്ന ഓപ്പണിങ്സും ഡിസൈൻസും ഒക്കെ നോക്കാം. താങ്ക് യു.